ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അപ്പോൾ ഷോർട്ട് ഫിലിമിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിരിക്കും ഇത്. മേക്കിംഗ് വീഡിയോ മൊത്തം ഒരു ചെയ്യുക എങ്ങനെ നോക്കിയാലും ഒരു മണിക്കൂറിന് മുകളിൽ വന്നു. ഞാൻ പിന്നെ അതുകൊണ്ട് പാർട്ട് വരെ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 അങ്ങനെ ഡേയ്സ് കണക്കായിട്ടൊക്കെ ഞങ്ങൾ ചെയ്യണത്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്തത്. ആദ്യം എടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഇതാ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഷോട്ടായിരിക്കും. അപ്പം ഷോർട്ട് ഫിലിം കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് എന്തായാലും ഞാൻ ബയോയിൽ കൊടുത്തേക്കാം. അത് ക്ലിക്ക് ചെയ്ത് എന്തായാലും മാക്സിമം എല്ലാവരും കാണുക. അപ്പോൾ ചാനലിന് പുതിയതാണെങ്കിൽ എൻ്റെ പേര് സിദ്ധാർത്ഥ്. ഞാൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങും. പറ്റിയ ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ പോകും. ആ റൈഡിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്യും. വീഡിയോ കൊള്ളാമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് കൊള്ളാളിയാ പൊളിയെന്നൊക്കെ പറയും. പക്ഷേ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ എന്നെ കളിയാക്കി കൊല്ലും. ഞാനും തിരിച്ച് കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കമൻ്റ് അടിച്ച് ലൈക്ക് അടിച്ച് നമ്മളൊക്കെ ഒരുമാതിരി ജോലിയായിട്ടിരിക്കും. നിങ്ങൾക്കും ബൈക്ക്, കാർ റൈഡ്, മോട്ടോ വ്ളോഗ്, ട്രാവൽ വ്ളോഗ് ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. നമ്മൾ മേക്കിംഗ് വീഡിയോ ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് റിസ്ക് എടുത്തിട്ടുള്ളത് എല്ലാവരും മാക്സിമം അറിഞ്ഞിരിക്കണം. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഷോർട്ട് ഫിലിം എടുത്തത്. നമുക്ക് ഡേയ്സ് കൂടുതലില്ലായിരുന്നു, വെറും 15 ദിവസമേ ഉള്ളൂ. അതിൽ 5 ദിവസം ലീവ്, കാര്യങ്ങൾ, അങ്ങനെ കഥ എഴുതുന്നത്, അങ്ങനെ ഓരോ സ്ഥലം നോക്കണത് എല്ലാം അങ്ങനെ പോയി. മിച്ചമുള്ളത് 10 ദിവസമാണ്. 10 ദിവസത്തിലുള്ളത് വെച്ചാണ് നമ്മളത് മാനേജ് ചെയ്തത്. ആ ചിരി കണ്ടില്ല. പക്ഷേ ഈ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്ത സീൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഷോട്ടായിരിക്കും. ഇത് ഇടയിൽ പറഞ്ഞ ഒരു ഷോട്ടാണ്. നമ്മൾ പഴയ കാലത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഷോട്ടാണ്. ഇത് ആദ്യം എടുക്കേണ്ട റീസൺ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ കോളേജിൽ പോണതും കോളേജിൽ ഇരുന്നിട്ട് ഉള്ള ഒരു ഷോട്ടാണ്. അപ്പോൾ അതിന് ഈ മുടിയും താടിയും കാര്യങ്ങളൊന്നും മാക്സിമം ഇരിക്കരുത്. അങ്ങനെ ഇരുന്നാലേ ഒരു ഒറിജിനാലിറ്റി, ഒരു ഫീൽ വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ താടിയും മുടിയും എല്ലാം വച്ചിരുന്ന സമയം നമ്മൾ ഈ പഴയ ഓൾഡ് സീനിനെ ആദ്യം എടുത്ത് വെച്ചിട്ട് മുടിയും താടിയൊക്കെ വെട്ടിക്കളയാൻ പോകുന്നത്. അപ്പം എങ്കിൽ തന്നെ ഒരു ഒറിജിനാലിറ്റി, ഒരു ഫീൽ വരും. നമ്മളെ ഒരു രീതിയിൽ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ ചെയ്തു. അതാണ് ഇത് ആദ്യം വരേണ്ട കാരണം. ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഫുൾ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ മാക്സിമം ഈ ഷോർട്ട് ഫിലിം നടിച്ച പയ്യന്മാർക്ക് പോലും അറിഞ്ഞൂടാ. ഒരു 3 പേരെ തവറ ബാക്കി വേറെ ആർക്കുമേ അറിഞ്ഞൂടാ. നമ്മൾ ഈ വീഡിയോ എടുത്തത് പോലും മാക്സിമം ഒരു ആർക്കുമേ അറിഞ്ഞൂടാ. അങ്ങനെ വച്ചിരുന്നതാണ്. ലാസ്റ്റ് പിന്നെ കോളേജിൽ ഫോൺ കൊണ്ടുപോയാണ് അവരിൽ 2-3 പേര് കണ്ടത്. ഗായ്സ്, അപ്പോൾ നമ്മളെ ഈ വീഡിയോ എടുക്കാൻ സഹായിച്ചത് നമ്മളെ ഈ പയ്യനാണ്. അതിൻ്റെ പേരെന്തോന്ന്? വിശാൽ. ഗായ്സ്, അപ്പോൾ ഈ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ നമ്മളെ ജയരാഘവലിൻ്റെ അമ്മയെ വെച്ചാണ് നമ്മൾ ഈ ഷോട്ട് എടുത്തത്. ക്ലിയർ പോകും.
ഇതിലേക്ക് കൂട്ടാം, ഇതിലേക്ക് കൂട്ടിട്ട് അതിലേക്ക് കുറച്ചാൽ മതി. മനസ്സിലായല്ലോ? സിനിമാറ്റിക് മൊത്തം സിനിമാറ്റിക്. കുറച്ച് ഇവിടെ ഇങ്ങനെ അങ്ങോട്ടേക്ക് അടുത്ത ഷോട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രഗ് അഡിക്റ്റ് ആയതിനുള്ള ഷോട്ടാണ്. അപ്പം അതിന് സ്മോക്കും കാര്യങ്ങൾ, പിന്നെ ഈ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസിനാണ് നമ്മൾ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത് പിന്നെ ഇതിൽ വച്ചിട്ടുള്ള പാക്കറ്റിലിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഉപ്പാണ്. അപ്പം നമ്മളാരും ഡ്രഗ് അഡിക്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളാരും അത് കണ്ട് നമ്മൾ വൻ കീടങ്ങളാണ് എന്ന് ആരെയും വിചാരിക്കേണ്ട. നിങ്ങളങ്ങനെ വിചാരിച്ചാലും നമുക്കൊന്നുമില്ല. എന്നു വെച്ചാൽ നമ്മളെ കൂടെ നടക്കുന്ന പയ്യന്മാർക്കും പിന്നെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം നമ്മളെങ്ങനെയാണെന്ന്. അപ്പോൾ അവരെ മാത്രം നമുക്ക് ബോധ്യപ്പെടുത്തിയാൽ മതി. വേറെ ആരെയും നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും പക്ഷേ ഇതേപോലത്തെ പരിപാടിയൊക്കെ ഒന്നും നിൽക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത് വെറും ഒരു അവയർനെസ്സിന് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളാത്തിരിക്കൂ അത് പൊടി തരാനല്ലോ. വീഡിയോ കണ്ട് പലരും ചോദിച്ച ക്വസ്റ്റ്യനാണ്, നിങ്ങൾ അടിക്കും പോലെ ഒറിജിനലായിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തല്ല, ഇതെല്ലാം സത്യമാണോ ഒറിജിനലാണോ എന്ന്. നമ്മളെല്ലാം ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തെടുത്ത കാര്യങ്ങളാണ്. നിങ്ങളത് വീഡിയോ ഫുള്ളാக കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റേ അവനെ കയ്യിരിക്കില്ലേ ഒരു ലാബ്സിന് അതെ കൊണ്ടുവരുമല്ലോ. അവനെ ഫിലിം പോട്ട് വന്നതോ എടുത്തിട്ടേക്കാ പപ്പു. ഇതെല്ലാം എത്ര ഷാട്ടിൽ പിന്നെ ഈ വീഡിയോയും കാര്യങ്ങളൊന്നും നമ്മളെ കളയിലുള്ള പയ്യന്മാർ മാക്സിമം ആരും കണ്ടില്ല. ഒരു 3 പേരെ തവറ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 പേരെ തവറ ബാക്കി ആരുമേ കണ്ടില്ല. ബാക്കി എല്ലാവരും കാണണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോർട്ട് ഫിലിം സബ്മിറ്റ് ചെയ്യാൻ പോയ അന്നാണ് ബാക്കി ഈ ഫുൾ വീഡിയോയും കാര്യങ്ങളെല്ലാം ഇവന്മാർ കാണുന്നത്. ആ വീഡിയോ എന്തായാലും അടിപൊളിയായിരിക്കും. ഞാൻ എന്തായാലും ഫൈനലായിട്ട് ആ വീഡിയോ ആയിരിക്കും ഇടുന്നത്. ഇതിപ്പം ഒരു എങ്ങനെ നോക്കിയാൽ 1 മണിക്കൂർ 2 മണിക്കൂറിന് മുകളിൽ വരും മൊത്തം വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ഇപ്പം Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇടുന്നത്. കൈ കൊണ്ടോ അതെ കുറച്ചുകൂടി മതിയില്ല ഓവറാണോ? വെള്ളം മതിയാ? ഓവറാണോ? മതിയില്ല. പൊടിയാണ് നീ കമത്തി ഇവിടെ വെക്കാതെ ബുദ്ധി തരണ
കുറച്ച് താന്നിരുന്ന തോന്നുന്നുണ്ടാവും മണ്ണിന്റെ തല താന്നിരിക്കും തലയിരിക്കും ഒരു പെട്ടി മാത്രമേ ഇങ്ങനെ കിറങ്ങി പല്ല് കടിച്ചു പല്ല് കടിച്ചു പല്ല് കടിച്ചിട്ട് ഇതിനെ കടിച്ചു പിടിക്കും അതിനാണ് പിടിച്ചിട്ട് വാട അതിനൊക്കെ വന്ന് അങ്ങ് പോണം ഓക്കെ പുക വരട്ടെ സ്മോക്ക് വരട്ടെ റെഡിയാവും അണ്ണാ നമ്മൾ അവയർനെസ് പ്രോഗ്രാമാണ് നടത്തുന്നത്. അപ്പൊ നമ്മൾ സിഗരറ്റ് വലി പാടില്ല. സിറിഞ്ച് പോലെ കാണണം അത് പിടിക്കണം. നമുക്ക് മുകളിൽ എടുക്കാം. അങ്ങനെ വെച്ചിട്ട് ഇതിനെ ഇല്ല നീ അങ്ങനെ മൊത്തമായിട്ട് ഒരു ഷാർട്ട് എടുത്തിട്ട് അതിന് ശേഷം സിറിഞ്ച് ഒന്നൊരു കുത്തും. അതേ ടൈമിൽ ഒരേ ടൈമിൽ സൂചി പകുതി അങ്ങനെ സൂചി പകുതി അകത്ത് പോകും. സൂചി മാത്രം പോകണം. ചെറിയൊരു സെക്കൻഡ് മാത്രം കാണിക്കുന്നതാണ്. നീ കേട്ടടാ ചിറ്റടാ പെട്ടെന്ന് ചെയ്യണ്ട നമുക്കൊന്നായി രണ്ടുപേരും സിറ്റിലിരിക്കും. ഇരിക്കാതെ മനു സിറിഞ്ച് ആ കയ്യിൽ തന്നെ ഇരിക്കും. കൈ കിടന്ന ഒരു തിരിക്കും. ഇവിടെ